ഇതിനിടയിൽ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്ന വിവരം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ കുറച്ച് ആ വാർത്തകൾ നമ്മൾ കേൾക്കാറില്ല. എന്തായിരിക്കും കാരണം? വ്ളാഡിമിർ സെലൻസ്കിക്ക് പ്ലാൻ എ ഉണ്ടായിരുന്നു, അത് പൊട്ടിയപ്പോൾ പ്ലാൻ ബി ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി അവർ പ്ലാൻ സി പുറത്തെടുക്കും എന്ന് പറയുന്നു. ഏറ്റവും പുതിയ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ വാക്കും കേട്ട് യുദ്ധത്തിനിറങ്ങിയ വ്ളാഡിമിർ സെലൻസ്കിയുടെ എല്ലാ പ്ലാനുകളും പൊട്ടി എന്നതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സെലൻസ്കിയുടെ ഓപ്പറേഷൻ വിജയ പദ്ധതിക്ക് അമേരിക്ക ഇപ്പോൾ നോ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നു. ഇതോടെ തങ്ങൾക്ക് മുൻപിൽ ഇനി എന്ത് എന്ന ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ് ഉക്രൈനും സെലൻസ്കിയും. ഇടവേളയിൽ ഉയർന്നു കേട്ട റഷ്യ ഉക്രൈൻ സംഘർഷം ഇപ്പോൾ കേൾക്കുന്നില്ല. കാരണം ഉക്രൈൻ എവിടെയാണോ നേരത്തെ എത്തിയിരുന്നത് അവിടെ തന്നെ ഇപ്പോഴും തുടരുകയാണ്. റഷ്യ ആവട്ടെ കൂടുതൽ ഗ്രാമങ്ങൾ കൈവശപ്പെടുത്തി മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആയിരക്കണക്കിന് സൈന്യങ്ങളുമായാണ് ഉക്രൈൻ റഷ്യയുടെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് പ്രവേശിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ കരുതിയ പോലെ അവരെ നേരിടാനൊന്നും പക്ഷേ റഷ്യ വന്നില്ല. അവർ തന്ത്രപരമായ ഒരു പിൻവാങ്ങൽ യുദ്ധമുറ പുറത്തെടുത്തു. കൂടുതൽ പ്രദേശങ്ങൾ കീഴടക്കിയെന്ന ആത്മവിശ്വാസത്തിലെത്തിയ ഉക്രൈനെ പിന്നീട് റഷ്യ വളഞ്ഞിട്ടാക്രമിക്കുന്നതാണ് കണ്ടത്. മേഖലയിൽ റഷ്യ നിലയുറപ്പിക്കുകയും ചെയ്തതോടെ റഷ്യക്കുള്ളിൽ അകപ്പെട്ട അവസ്ഥയാണ് ഉക്രൈൻ സൈന്യത്തിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതിലേറെ രസകരം, ഉക്രൈൻ സൈന്യത്തിലെ ഏറ്റവും മികച്ച ടീമുകളെയാണ് ഈ ദൗത്യത്തിനായി ഉക്രൈൻ പറഞ്ഞയച്ചത് എന്നതാണ്. അതുകൊണ്ട് തന്നെ റഷ്യയെ ഉക്രൈനിൽ പ്രതിരോധിക്കാൻ കഴിയാതെ അവർ കുഴങ്ങുകയുമാണ്. ഇതിനിടെയാണ് സെലൻസ്കി ഒരു വിജയ പദ്ധതി ഉക്രൈനികളോട് മുന്നോട്ട് വെക്കുന്നത്. തൻ്റെ ഈ പദ്ധതി ലോകം അംഗീകരിക്കുമെന്നും ഇത് വ്യത്യസ്തമായ പഠനങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അമേരിക്ക ഉൾപ്പെടെ നാറ്റോ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അതിന് കൈയടിച്ചു നിന്നു. അഥവാ സൈന്യം റഷ്യയിൽ കടക്കുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞത് തങ്ങൾക്ക് കൂടുതൽ ആയുധങ്ങൾ നൽകിയാൽ ഞങ്ങൾ ഇനിയും മുന്നേറും എന്നായിരുന്നു. എന്നാൽ റഷ്യൻ മണ്ണിൽ ആരുടെ ആയുധമാണോ പതിക്കുന്നത് ആ രാജ്യത്തിനെതിരെ ഒരു ദയാദാക്ഷിണ്യവുമില്ലാത്ത പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന പുടിൻ്റെ മുന്നറിയിപ്പും ആണവ നിയമങ്ങളിൽ റഷ്യ മാറ്റം കൊണ്ടുവരണമെന്ന റഷ്യയുടെ തന്നെ മുതിർന്ന നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും എല്ലാം അഭിപ്രായങ്ങളുമെല്ലാം നാറ്റോയെയും അമേരിക്കയെയും കൂടുതൽ ഇടപെടലുകളിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കുകയാണ് ചെയ്തത്. ഈ സെലൻസ്കിയുടെ വിജയ പദ്ധതി അമേരിക്കക്ക് മുൻപിൽ സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സെലൻസ്കി നാറ്റോ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം അമേരിക്കയിൽ എത്തുന്നുണ്ട്. തൻ്റെ റിപ്പോർട്ട് അമേരിക്കക്ക് സമർപ്പിക്കുകയും ചെയ്തു. പടിഞ്ഞാറൻ രാജ്യങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കുക എന്നതായിരുന്നു സെലൻസ്കി കണ്ട രാഷ്ട്രീയം. എന്നാൽ റിപ്പോർട്ട് വെറും ആവശ്യങ്ങൾ മാത്രം നിറഞ്ഞ പഴയ പല്ലവി തന്നെയാണ് എന്നാണ് അമേരിക്ക ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. റഷ്യയെ പരാജയപ്പെടുത്തുന്നതിന് കിയവിൻ്റെ തന്ത്രമെന്ന റിപ്പോർട്ടിൽ എന്തായിരിക്കണം തന്ത്രമെന്ന് മാത്രം പറയുന്നില്ല. കിയവിൻ്റെ വിജയത്തിനുള്ള പദ്ധതി പ്രതീക്ഷിച്ച അമേരിക്കക്ക് കിട്ടിയത് കൂടുതൽ ആയുധങ്ങളും ഉപകരണങ്ങളും ആയുധം ഉപയോഗിക്കുവാനുള്ള അനുമതിയും വേണമെന്ന നേരത്തെ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അഭ്യർത്ഥനകൾ പുതിയ രൂപത്തിൽ അഭ്യർത്ഥിച്ചു എന്നത് മാത്രം. യുദ്ധ പുരോഗതി, രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണ, സൈനിക ബലം, സൈനിക തന്ത്രം ഇതൊന്നും ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നില്ല. ആയുധം കിട്ടിയാൽ റഷ്യക്ക് കൂടുതൽ മാരകമായി പരിക്കേൽപ്പിക്കാം എന്നായിരുന്നു സെലൻസ്കിയുടെ അവകാശവാദം. സംഘർഷത്തിന്റെ നിലവിലെ അവസ്ഥയല്ലാതെ മറ്റൊന്നും ഉണ്ടായതുമില്ല. ഇതേ തുടർന്ന് അമേരിക്ക റിപ്പോർട്ട് പരിശോധിച്ച് അനുമതി നൽകിയതുമില്ല. ഉക്രൈന് സ്വന്തമായ പ്ലാൻ ബി ഉണ്ടെന്ന് സെലൻസ്കി പറയുന്നതല്ലാതെ എന്താണത് എന്നത് സംബന്ധിച്ച് വിവരിക്കാനോ അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കുവാനോ കഴിഞ്ഞില്ല. ഈ അവസ്ഥയിൽ റഷ്യക്കെതിരെ മുന്നേറ്റം സാധ്യമല്ലാത്തതിനാൽ പഴയ പോലെ പ്രതിരോധാവസ്ഥയിലേക്ക് ഉക്രൈൻ ഇനി നീങ്ങേണ്ടി വരും. പക്ഷേ അപ്പോഴും അതെത്ര കാലത്തേക്ക് എന്ന ചോദ്യം ഉക്രൈന് മുൻപിൽ അവശേഷിക്കുകയും ചെയ്യും. പഴയ പോലെ ആവില്ല റഷ്യയുടെ ഇനിയുള്ള ആക്രമണങ്ങൾ. മാത്രവുമല്ല, ഉക്രൈൻ്റെ അവസ്ഥയും മറ്റൊന്നല്ല, അവർ കൂടുതൽ അശക്തരാവുകയും ചെയ്യും. ഇനി ആകെ പ്രതീക്ഷയുള്ളത് അമേരിക്കയിൽ വരാൻ പോകുന്ന പുതിയ സർക്കാരിലാണ്. അതും കമലാ ഹാരിസ് വിജയിച്ചെങ്കിൽ മാത്രം. റിപ്പബ്ലിക്കൻ പാർട്ടിക്കും ട്രംപിനും റഷ്യ ഉക്രൈൻ വിഷയത്തിൽ അമേരിക്ക കക്ഷി ചേരുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. അങ്ങനെ വന്നാൽ ട്രംപിൻ്റെ അമേരിക്കയുടെ പിന്തുണയും ഉക്രൈന് നഷ്ടമാകും. ഈ അവസരത്തിനായി റഷ്യ കാത്തിരുന്നാൽ ഉക്രൈൻ്റെ പതനം അനിവാര്യമാവുകയും ചെയ്യും. ഇനി കമലാ ഹാരിസ് ആണ് വരുന്നതെങ്കിൽ ഇതിൽ കൂടുതൽ പുരോഗതി ഉണ്ടാവുകയും ചെയ്തേക്കാം. സെലൻസ്കിയുടെ പ്ലാൻ ബി മറ്റൊരർത്ഥത്തിൽ എടുത്താൽ യുദ്ധത്തിൽ ഒരു താൽക്കാലിക ഫ്രീസിംഗ് നടപ്പിലാക്കി കമലാ ഹാരിസിന്റെ വിജയം വരെ അത് നീട്ടിക്കൊണ്ടുപോവുക എന്നതാണ്. പതിയെ പതിയെ അമേരിക്കൻ പിന്തുണ തേടി കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാക്കുക. അതുപക്ഷേ റഷ്യ തിരിച്ചറിഞ്ഞാൽ ഈ പ്ലാൻ ബിയും പൊട്ടും. മറ്റൊരു കാര്യം, മന്ത്രിസഭയിൽ ഇപ്പോൾ ഭിന്നത കൈവന്നതാണ്.
ഉദ്യോഗ തലങ്ങളിലും മന്ത്രിമാരിലും ചില മാറ്റങ്ങൾ സെലൻസ്കി പരീക്ഷിച്ചത് വലിയ ഭിന്നത ഉക്രൈനിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. മുൻപത്തെ അപേക്ഷിച്ച് ജനങ്ങളിൽ നിന്നും അതിശക്തമായ പ്രതിഷേധമാണിപ്പോൾ സർക്കാരിനെതിരെയും സെലൻസ്കിക്കെതിരെയും ഉയരുന്നത്. സൈനിക നേതൃത്വവും ഈ അവസരത്തിൽ അസ്വസ്ഥമാണ്. ആയുധങ്ങളില്ലാതെ പോരാടേണ്ടി വരുന്നത് കൂടുതൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്ന അഭിപ്രായമാണ് അവർക്കുള്ളത്. മാത്രവുമല്ല, സൈന്യത്തിന്റെ മനോവീര്യം ചോർന്നു പോകുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുണ്ട്. യുവാക്കളെ ബലം പ്രയോഗിച്ച് സൈനിക സേവനത്തിന് ഇറക്കുന്നതിലൂടെ സാമൂഹിക രോഷവും കൂടുതൽ പുകയുകയാണ്. കുറഞ്ഞ പരിശീലനം മാത്രം ലഭിച്ച മനോവീര്യം ഇല്ലാത്ത ഇത്തരം സൈനികരെ നിർബന്ധിച്ച് യുദ്ധമുഖത്തേക്ക് തള്ളിവിടുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ സൈന്യത്തിനു കൂടി കൂടുതൽ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സൈന്യം പറയുന്നത്. പിന്നീടുള്ളതിന് ഈ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ മാത്രമാണ്, നാറ്റോയുടെ സാധ്യത. ഈ നാറ്റോയുടെ സാധ്യത ഉക്രൈനിൽ അവസാനിപ്പിക്കുക എന്നതാണ് ഉക്രൈൻ്റെ മുൻപിലുള്ള അവസാനത്തെ വഴി. അങ്ങനെ വന്നാൽ അമേരിക്ക ഉക്രൈനുമായി ഇടയും. അമേരിക്കയും നാറ്റോയും സഹായിക്കുന്നില്ലെങ്കിൽ സെലൻസ്കിക്ക് മുൻപിൽ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല. അങ്ങനെ വന്നാൽ റഷ്യ കടുത്ത ആക്രമണങ്ങളിൽ നിന്ന് പിറകോട്ട് പോകുമെന്ന് ഉക്രൈൻ വിശ്വസിക്കുന്നു. അത് പക്ഷേ നാറ്റോയുടെ മേഖലയിലെ സ്വാധീനം കുറക്കുന്ന തീരുമാനവുമാവും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അമേരിക്കയും ജാഗ്രത കാണിക്കും. അമേരിക്ക ആ താല്പര്യത്തിന് വഴങ്ങിയാൽ ഒന്നുകിൽ ഉക്രൈന് ആയുധം നൽകും, അല്ലെങ്കിൽ നാറ്റോയുടെ സാന്നിധ്യം മേഖലയിൽ നിന്നും കുറയും. ഏതായാലും എന്ത് പാറ്റ് നോക്കിയിട്ടും റഷ്യയെ ചർച്ചയുടെ അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഉക്രൈന് സാധിക്കുന്നില്ല. ഇതിനിടെ ചർച്ചകളിൽ നിന്ന് തങ്ങൾ പിറകോട്ട് പോകുന്നു എന്ന ഒരു പ്രസ്താവന കൂടി സെലൻസ്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇതിനോട് കമലാ ഹാരിസ് രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിന് ഇനീഷ്യേറ്റീവ് എടുക്കണം എന്ന ചോദ്യമാണ് കമലാ ഹാരിസ് ഇന്ന് ചോദിച്ചത്. സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാഹചര്യം ശരിയായി വിലയിരുത്തുക എന്നതാണ്. രാഷ്ട്രീയ സാഹചര്യം മെച്ചപ്പെടുന്നില്ലെങ്കിൽ, അത്ഭുതങ്ങൾ ഒന്നും തന്നെ സംഭവിക്കുന്നില്ലെങ്കിൽ ഉക്രൈനിയൻ അധികാരികൾ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടി വരും. ഈ സമയം റഷ്യ അവരുടെ രാജ്യത്തിൻ്റെ അതിർത്തി വിപുലീകരിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്യും. ഏതായാലും അമേരിക്കൻ വാക്കുകേട്ട് യുദ്ധത്തിനിറങ്ങിയ സെലൻസ്കി ഇപ്പോൾ അമേരിക്കക്കും ജനങ്ങൾക്കും റഷ്യക്കുമിടയിൽ പരുങ്ങുന്ന കാഴ്ചയാണ് നാം കാണുന്നത്.